ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ എക്കാലത്ത് ഈ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുദ്ധവിമാനം മിക്ക വിദഗ്ധരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരൊറ്റ പേരിലേക്കാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആകാശവീതികൾ കീറി മുറിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന MiG-21 എന്ന ലെജൻഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ത്യയുടെ എക്കാലത്തെയും ലെജൻഡറി യുദ്ധവിമാനം അത് തന്നെയാണ് MiG-21. ഇന്ത്യയുടെ ആകാശത്ത് വർഷങ്ങളോളം രാജ്യം കാത്തു സൂക്ഷിച്ച ഒരു യുദ്ധവിമാനം. ശത്രുക്കൾക്ക് പേടിയായിരുന്നു, പക്ഷേ പൈലറ്റുമാർക്ക് വലിയ വിശ്വാസവും. ഇന്ന് പോലും ആ വിമാനത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അഭിമാനം തോന്നും. അതാണ് MiG-21ന്റെ പവർ. ഇന്ത്യൻ വ്യോമസേനയുടെ ബാക്ക് ബോണായി വർഷങ്ങളോളം സേവനം ചെയ്ത ഒരു സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റ്. 1960കളിൽ മുതൽ 2020കളുടെ കാലം വരെ ഈ വിമാനം ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ പ്രധാന ഭാഗമായിരുന്നു. പക്ഷേ ഈ വിമാനത്തെ ലെജൻഡ് ആക്കിയത് എന്താണ്? സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. സോവിയറ്റ് യൂണിയൻ ആണ് ഈ വിമാനത്തിന്റെ നിർമ്മാതാവ്. 1963 ഇന്ത്യ ആദ്യമായി MiG-21 സ്വന്തമാക്കി. ഇതിലൂടെ ഇന്ത്യ ഏഷ്യയിലെ ആദ്യ സൂപ്പർ സോണിക് ഫൈറ്റർ ജെറ്റ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ലൈസൻസ് ലഭിക്കുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് മുഖേനയായിരുന്നു ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. MiG-21 ഒരു സൂപ്പർ സോണിക് യുദ്ധവിമാനമാണ്. അത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു യുദ്ധവിമാനമാണ്. മാക്സിമം സ്പീഡ് വരുന്നത് ഏകദേശം മാക് 2 വരെയാണ്. അതായത് ശബ്ദത്തിന്റെ ഇരട്ടിയോളം വേഗതയിൽ കുതിച്ചു പായാൻ ഇവർക്ക് കഴിയും. ഇതിന്റെ ചെറിയ സൈസും വേഗതയും ചേർന്ന് ഇത് വളരെ എജൈലായ ഒരു ഫൈറ്റർ ജെറ്റായി മാറി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്റർസെപ്റ്റർ റോളിൽ ഇത് വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിലാണ് MiG-21 തന്റെ യഥാർത്ഥ കഴിവ് തെളിയിച്ചത്. ഈ സമയത്ത് ഇന്ത്യൻ പൈലറ്റുമാർ MiG-21 ഉപയോഗിച്ച് ശത്രുവിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തു എന്നതാണ്. ഇതിലൂടെ ഈ വിമാനം ഇന്ത്യയുടെ ആകാശ സംരക്ഷണത്തിൽ ഒരു വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത്. പിന്നീട് വർഷങ്ങളോളം MiG-21 ഇന്ത്യയുടെ ഫ്രണ്ട് ലൈൻ ഫൈറ്ററായി തുടരുകയായിരുന്നു. അതൊക്കെ പഴയ കഥയല്ലേ? കാലം ഒരുപാട് മാറിയില്ലേ? പുത്തൻ ടെക്നോളജികൾ വരുമ്പോൾ ഇവയൊക്കെ ഷെഡിൽ കയറ്റാറായില്ലേ എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ ഇനി പറഞ്ഞുതരാം. കാലം മാറിയെങ്കിലും MiG-21 പൂർണ്ണമായും പിന്നിലേക്ക് പോയില്ല എന്നതാണ് സത്യം. 2019 ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിന് ശേഷമുണ്ടായ എയർ ഏറ്റുമുട്ടലുകളിൽ പോലും MiG-21 ബൈസൺ ഉപയോഗിച്ച് ഇന്ത്യൻ പൈലറ്റുമാർ പ്രവർത്തിച്ചു എന്നത് എടുത്തു തന്നെ പറയണം. ഇത് തെളിയിച്ചത് പഴയ ടെക്നോളജി ആയാലും ശരിയായ അപ്ഗ്രേഡ് നൽകിയാൽ ഇതിപ്പോഴും ശക്തമായ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നത് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ MiG-21 എന്ന വിമാനം വെറും ഒരു യുദ്ധവിമാനം മാത്രമല്ല, ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകം കൂടിയാണ്. ലക്ഷക്കണക്കിന് മണിക്കൂറുകളുടെ പറക്കൽ, നൂറുകണക്കിന് മിഷനുകൾ, അവയുടെ പിന്നിൽ ഒരേ ഒരു പേര് MiG-21. ഇന്ന് പുതിയ ഫൈറ്റർ ജെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും MiG-21ന്റെ സ്ഥാനമൊന്നും ആരും എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ നോക്കണ്ട. അത് നടക്കുന്നൊരു കാര്യമല്ല. കാരണം ഇതൊരു യന്ത്രമല്ല, ഇതൊരു ലെജൻഡ് തന്നെയാണ്.